അങ്ങനെ ഈ ആഴ്ചയിലെ ക്യാപ്റ്റൻ നമ്മുടെ ആര്യനാണ്. ആര്യൻ രാത്രി തന്നെ ഇരുന്ന് കിച്ചൺ ടീമിനെയും ഫ്ലോർ ടീമിനെയും ബാത്റൂമിലെ ടീമിനെയും വെസൽ ടീമിനെ എല്ലാം എടുത്തു കഴിഞ്ഞു. നാളത്തേക്കൊന്നും മാറ്റി വെച്ചില്ല. ആൾ രാത്രി തന്നെ എല്ലാ തീരുമാനങ്ങളും എടുത്തിരിക്കുകയാണ്. ആര്യൻ എല്ലാം ഫാസ്റ്റ് ആയിരിക്കണം. ഈ ആഴ്ച നല്ല കണ്ടൻറ് ഉണ്ടാകണമെന്നാണ് നമ്മുടെ ആര്യൻ പറഞ്ഞിരിക്കുന്നത്. എന്താകുമെന്നൊന്നും ഒരു പിടിയുമില്ല. എന്തായാലും ശത്രുക്കളെ എല്ലാം മിക്സ് ചെയ്തിടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാലും നമുക്ക് നോക്കാം ഏതൊക്കെ ശത്രുക്കളെ എങ്ങോട്ടൊക്കെ ഇട്ടുമെന്ന്. അതായത് നമ്മുടെ കിച്ചൺ ടീമിൽ അപ്പാനി, അനു, ആദില, നൂറ, അതുപോലെ തന്നെ നമ്മുടെ നിവീൻ, ശാരിക. ഇതിൽ നമ്മുടെ അപ്പാനി ആര്യനോട് ചോദിച്ച് വാങ്ങിയതാണ് അനുമോളുടെ കൂടെ ഒരു ഏത് ടീമിലാണെങ്കിലും അനുമോളുടെ കൂടെ വേണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. കാര്യം എന്തെങ്കിലുമൊക്കെ കണ്ടൻറ് ഉണ്ടാകണം. കഴിഞ്ഞ ആഴ്ച അത്ര കണ്ടൻറ് ഒന്നും കൊടുക്കാൻ പറ്റിയില്ല. അനുമോളുടെ കൂടെ ആകുമ്പോൾ നല്ല രീതിയിൽ കണ്ടൻറ് ഉണ്ടാകും. അനുമോൾ പുറത്ത് കണ്ടൻറ് ഉണ്ടാക്കുന്ന ഒരാളാണെന്ന് അപ്പാനിക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ അനുമോളുടെ കൂടെ നിന്ന് ഗെയിം കളിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് നെഗറ്റീവായിട്ടാണെങ്കിലും പോസിറ്റീവായിട്ടാണെങ്കിലും അല്ലെങ്കിൽ അനുമോൾക്കെതിരെ ആണെങ്കിലും അനുമോളുടെ കൂടെ നിന്നിട്ടാണെങ്കിലും ആ ഒരു ഗെയിം കളിക്കാൻ തന്നെയാണ് അപ്പാനി തീരുമാനിച്ചിരിക്കുന്നത്. അത് മിക്കവാറും അപ്പാനിക്ക് നെഗറ്റീവ് ആകാനാണ് ചാൻസ്. കാര്യം പുറത്ത് അനുമോള് കട്ട നെഗറ്റീവ് ആയിരിക്കുമെന്നായിരിക്കാം ഒരു പക്ഷേ അപ്പാനി ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. അത് എത്രമാത്രം സത്യമാണെന്നുള്ളത് ഇനി പോന്ന ഗെയിമിൽ അറിയാൻ പറ്റും. കാര്യം ഇപ്പം ഒരുപാട് PR വർക്ക് നല്ല രീതിയിൽ അനുമോൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ബഹുഭൂരിഭാഗവും കമൻറ്റ് ബോക്സിൽ കാണുന്നത് PR വർക്കിൻ്റെ കമൻറ്റ് തന്നെയാണ്. അത് നമുക്ക് കമൻറ്റ്സ് കാണും മനസ്സിലാവും. എന്ന് വെച്ച് അനുമോൾക്ക് സപ്പോർട്ട് ഇല്ലെന്നല്ല, നല്ല രീതിയിൽ സപ്പോർട്ടുണ്ട്. പക്ഷേ പോകെയാണ് ഓരോ വീക്ക് കഴിയുമ്പോഴാണ് ഈ സപ്പോർട്ടിൻ്റെ കാര്യം നമ്മൾ മനസ്സിലാകുന്നത്. കാര്യം കഴിഞ്ഞ സീസണിൽ അപ്സരയ്ക്ക് നല്ല ഒരു എന്താ പറയുക നല്ല രീതിയിൽ വന്നുകൊണ്ടിരുന്ന ആളായിരുന്നു സീസണിൻ്റെ ആദ്യ ഭാഗത്ത്. ഒരു പകുതി പോലും എത്തിയില്ല. അതിന് മുന്നേ തന്നെ ഡൗണായി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പം ഗെയിം നന്നായിട്ട് കളിക്കുന്നു എന്ന് പറയുന്ന ആൾക്കാർ സീസണിൻ്റെ പകുതി ആകുമ്പം ഏത് വഴിക്ക് പോകുന്നു എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും അനുവിനോടൊപ്പം നിന്ന് ഗെയിം കളിക്കാനാണ് നമ്മുടെ അപ്പാനി തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ കിച്ചൺ ടീമിൽ നമ്മുടെ അപ്പാനി, അനുമോൾ, ആദില, നൂറ, നിവീൻ, ശാരിക. അപ്പാനിയാണ് ക്യാപ്റ്റൻ. ബാത്റൂമിൽ രേണുസുതി, ഷാനവാസ്, അനീഷ്, കലാഭവൻ സരിക. നമ്മുടെ ഷാനവാസാണ് ബാത്റൂം ഏരിയയിലെ ക്യാപ്റ്റൻ. അതുപോലെ തന്നെ വെസൽ ടീമിൽ ഒന്നീൽ, ശൈത്യ, ബിന്നി, അക്ബർ. അവിടെ ഒന്നീലാണ് ക്യാപ്റ്റൻ. അടുത്തത് ഫ്ലോർ ടീമിൽ നമ്മുടെ ആര്യൻ, രണ ഫാത്തിമ, അഭി, ജിസേൽ. രണ ഫാത്തിമയാണ് ക്യാപ്റ്റൻ. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ആര്യൻ ടീമിനെ ഡിവോട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ പണിപ്പൂരെ വൃത്തിയാക്കാൻ ഒരാളെ വേണമെന്ന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു. മിക്കവാറും നാളെ പറയുമായിരിക്കും, എനിക്കറിയില്ല. എന്തായാലും ഇതാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനകത്ത് നമ്മുടെ ശൈത്യ നല്ല ഒന്നൊന്നര കളി അനുമോൾക്കെതിരെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതായത് ശൈത്യ ഇപ്പോൾ പറയുന്നത് നമ്മുടെ ലാലേട്ടൻ ഇന്നലെ കാണിച്ചിട്ട് ഒരു വീഡിയോ ഉണ്ടല്ലോ, അവിടെയുള്ള ആണുങ്ങളെല്ലാം മൊണ്ണയാണെന്ന് പറയുന്ന ആ ഒരു വീഡിയോ. അതിനകത്ത് സത്യത്തിൽ ആ ശൈത്യമൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ പറഞ്ഞ് ആ ഒരു വീഡിയോയ്ക്ക് ഇപ്പോൾ എക്സ്പ്ലനേഷനായിട്ട് വന്നിരിക്കുക ശൈത്യ. ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ എപ്പോഴും അനുവിനോട് പറയുന്നത് ആരോട് ശത്രുതയൊന്നും പാടില്ല അനു, എല്ലാവരോടും മിണ്ടനു എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ അതിനകത്ത് ലാലേട്ടൻ പറയുന്നുണ്ട് ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞത്. ആ ബോയ് ഫ്രണ്ട് ജിസേലിൻ്റെ ബോയ് ഫ്രണ്ടാണ് എല്ലാവരും എന്ന് പറഞ്ഞത് ശൈത്യമാണ് സത്യത്തിൽ. ആ ഒരു കാര്യം ശൈത്യ പറയുന്നത് ഞാനല്ല പറഞ്ഞത്, അത് അനുമോളാണ് പറഞ്ഞത് എന്ന രീതിയിലാണ് ഇപ്പോൾ എല്ലാ കാര്യം അനുമോളുടെ ബണ്ടിലേക്ക് ഇട്ടിരിക്കുകയാണ്. എന്നിട്ടിപ്പോൾ ശൈത്യ പറയുന്നു എങ്ങനെയെങ്കിലും അനുമോളിൽ നിന്നും മാറണം എന്നാണ് നമ്മുടെ ശൈത്യ പറയുന്നത്. അതുപോലെ തന്നെ മാറിക്കിട്ടി. ഇനി അപ്പാനിയുടെയും അക്ബറിൻ്റെയും അനീഷിൻ്റെയും ജിസേലിൻ്റെയും എല്ലാവരും അടുത്ത് നമ്മുടെ ശൈത്യയെ കാണാം കേട്ടോ. ശൈത്യ ഞാൻ പറഞ്ഞിരുന്നു ശൈത്യയുടെ ഗെയിം എന്താണെന്ന്. പക്ക നെഗറ്റീവാണ്. അണ്ടർഗ്രൗണ്ടിൽ നിന്ന് ഗെയിം കളിക്കും. അതായത് കഴിഞ്ഞ സീസണിൽ ഇതുപോലെ കട്ടിലിരുന്ന് എല്ലാവർക്കും ഗെയിം പറഞ്ഞു കൊടുത്തുകൊണ്ട് അണ്ടർഗ്രൗണ്ടിൽ ഇരുന്ന് ഗെയിം കളിച്ചൊരാളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ശൈത്യയും ഈ പ്രാവശ്യം ഗെയിം കളിക്കും. സേഫായിട്ട് കുറേ നാൾ മുന്നിട്ട് പോകുകയും ചെയ്യും. നമുക്ക് നോക്കാം എന്താകുമെന്ന്.